അപ്പോൾ ബ്രേക്ക് പാഡ് മാറാനായിട്ട് ആദ്യം ഈ കാണുന്ന 2 അല്ലെങ്കിൽ ബോൾട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ലൂസാക്കി വെച്ചാൽ മതി, നമുക്ക് ഊരിയെടുക്കാവുന്ന ഭാഗത്തിന്. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ലൂസാക്കി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാണുന്ന വലിയ ബോൾട്ട് രണ്ടെണ്ണം അഴിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ച 2 അല്ലെങ്കിൽ ബോൾട്ട് രണ്ടെണ്ണം ഫുള്ളായിട്ട് ഊരിയെടുക്കുക. എന്നാലാണ് ബ്രേക്ക് പാഡ് നമുക്ക് പുറത്തേക്ക് ഊരിയെടുക്കാൻ കിട്ടുള്ളൂ. കണ്ടോ, ആ 2 ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് 2 ബ്രേക്ക് പാഡ് എടുക്കാൻ പറ്റും. അതിലൊരു ബ്രേക്ക് പാഡ് തന്നെ താഴേക്ക് വീഴുന്നുണ്ട്, പിന്നെ ഇത് മറ്റേ ബ്രേക്ക് പാഡ്. 2 ബ്രേക്ക് പാഡും ഏകദേശം നല്ല രീതിയിൽ തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ഒരു ബ്രേക്ക് പാഡ് അതിൻ്റെ മെറ്റലടക്കം തേഞ്ഞ് തുടങ്ങി. അപ്പോൾ ബ്രേക്കിൽ മെറ്റൽ പറയുന്ന സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക, അത് ബ്രേക്ക് പാഡ് തീർന്നതിനുള്ള പ്രശ്നമാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം, കാരണം ഫുള്ള് ചെളിയായിരിക്കും അതിലുണ്ടാവുക. ഇതിൽ ഫ്രണ്ടിൽ 2 സിലിണ്ടറാണ് വരണത്. റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിനുശേഷം സിലിണ്ടറൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക, വെള്ളമൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ അതിനുശേഷം ജസ്റ്റ് WD-40 ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ തുരുമ്പോൾ കാരണം നീങ്ങണേ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് അടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും പഴയ പാഡും പുതിയ പാഡും തമ്മിലുള്ള ഡിഫറൻസ്. അതിൻ്റെ ആ സൈഡിൽ ആ തിക്നെസ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം ഉണ്ട് ബ്രേക്ക് പാഡ് തേഞ്ഞ് പോയേക്കണമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പാഡ്. അപ്പോൾ ഇതിന് തിക്നെസ് കൂടുതലുള്ള കാരണം നമുക്ക് ആ സിലിണ്ടർ ഉള്ളിലേക്ക് തള്ളി ഇറക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റ് 2 ബ്രേക്ക് പാഡ് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്തൊരു ബോക്സ് സ്പാനറിൻ്റെ ഒരു റോഡാണ്. അത് ഒന്നുമില്ലെങ്കിൽ നല്ല സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും റേറ്റ് ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് തള്ളി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ 2 പാഡ് കയറും, നമ്മുടെ ഡിസ്കിൽ കയറാനുള്ള ഗ്യാപ്പ് കിട്ടും ചെയ്യും. എന്നിട്ട് വേണം നമ്മുടെ ഡിസ്കിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ആദ്യം അഴിച്ച 2 അല്ലെങ്കിൽ ബോൾട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നേരെ ഡിസ്കിലേക്ക് ഫിറ്റ് ചെയ്ത് വയ്ക്കണം. 2 പാഡും വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, നല്ല അടുത്തായിരിക്കും ഇരിക്കുക. അപ്പോൾ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് തിക്കി കൊടുത്താൽ മതി, ഒരു ഗ്യാപ്പ് കിട്ടും. എന്നിട്ട് ആ ഗ്യാപ്പിലാണ് ഡിസ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഡിസ്കിലേക്ക് വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ വെച്ചാൽ 13ൻ്റെ ബോൾട്ട് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ കറക്റ്റ് ഹോൾ വരാവുന്ന രീതിയിലാണ് വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് കറക്റ്റ് ആ ബോൾട്ട് കയറുള്ളൂ. അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം 13ൻ്റെ 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. അടുത്തതായി നമുക്ക് ബാക്കിലെ ബ്രേക്ക് പാഡാണ് മാറേണ്ടത്. അതിനും ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ 2 അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ട്, അതും ഫസ്റ്റ് ഞാൻ തിരിച്ച് ഊരിയെടുക്കാം. ഊരാൻ ടൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് WD-40 ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക, നല്ല സൂപ്പറായിട്ട് ഊരാൻ കിട്ടും. ആ 2 അല്ലെങ്കിൽ ബോൾട്ട് അഴിച്ചതിന് ശേഷം ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്ന ആ ഒരു ബോൾട്ടും കൂടി അഴിച്ചെടുക്കേണ്ടതാണ്. എന്നാലാണ് ബ്രേക്ക് കാലിപ്പർ നമുക്ക് ഇതുപോലെ അഴിച്ച് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഫ്രണ്ട് ഡിസ്കിൽ 2 സിലിണ്ടർ ഉണ്ടായിരുന്നു, ബാക്ക് ഡിസ്കിൽ 1 സിലിണ്ടർ മാത്രമാണ് ഉള്ളത്. ആ സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് സിലിണ്ടർ. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് തള്ളി വയ്ക്കണം, കാരണം തള്ളുമ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോൾ കാണാൻ പറ്റും സിലിണ്ടർ. എന്നാലും നമുക്ക് ഡിസ്ക് ഊരിയെടുക്കാനായിട്ട്, ഡിസ്കല്ല ബ്രേക്ക് പാഡ് ഊരിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ കാണുന്ന പോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ തിക്കി വേണം മറ്റേ ബ്രേക്ക് പാഡ് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ മെറ്റൽ വരെ തേഞ്ഞ് തുടങ്ങി, കയ്യിൽ അത്യാവശ്യം ചെളി അഴുക്കൊക്കെ ആവും. ഇതും നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാക്കിലെ ചെറിയ പാഡാണ്, ഫ്രണ്ടിലെ വലിയ പാഡാണ്. ഇപ്പോൾ പഴയതും പുതിയതും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ തിക്നെസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തേഞ്ഞ് പോയിട്ടുണ്ടെന്ന്. ഇനി നേരത്തെ പോലെ തന്നെ
ഈ ഒരു സിലിണ്ടറും നല്ലപോലെ തള്ളി അകത്തേക്ക് വെക്കണം. എന്നാലാണ് ബ്രേക്ക് പാഡ് കറക്റ്റായിട്ട് ഇടാനായിട്ട് പറ്റുള്ളൂ. ആദ്യം വലിയ ബ്രേക്ക് പാഡാണ് ഇടേണ്ടത്. അതിനുശേഷം അത് താഴേക്ക് അമർത്തി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് ചെറിയ ബ്രേക്ക് പാഡ് ഇടേണ്ടത്, ഈ കാണുന്ന പോലെ. നമുക്ക് ഡിസ്ക് കയറാനുള്ള ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് തെക്കി കൊടുക്കുക. അപ്പോൾ ഡിസ്ക് കയറാൻ പാകത്തിന് നല്ലപോലെ ഗ്യാപ്പ് കിട്ടുന്നതാണ്. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കുക. നമ്മുടെ ലങ്കി ബോൾട്ട് കറക്റ്റായിട്ട് സ്യൂട്ടാകുന്ന രീതിയിൽ വേണം ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നല്ല അടിപൊളി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്കിലെ ഹോളുകൾ ഇതേപോലെ ചെളി കയറി അടഞ്ഞിരിപ്പുണ്ടാവും. ഇത് നല്ലപോലെ ക്ലീൻ ആക്കി കൊടുക്കണം. കാരണം ഡിസ്ക് ഹീറ്റ് ആകുമ്പോൾ ഈ ഹോളുകളാണ് ഡിസ്കിലെ ഹീറ്റ് എയറിന് പാസ് ചെയ്ത് തണുപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹോളുകൾ ചെളിയായിട്ട് ഇതേപോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ബ്രേക്കെല്ലാം നല്ല അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആദ്യം ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, പക്ഷെ അതൊന്ന് ജസ്റ്റ് ഓടി കഴിയുമ്പോൾ ആ ടൈറ്റ് ശരിയാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും സ്വന്തമായി മാറാനായിട്ട് ട്രൈ ചെയ്യുക. വെറുതെ ഷോറൂമിൽ കൊണ്ടുവച്ച് ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ.